ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബാണ്. നമ്മൾ അതിൽ സെക്ഷൻ നമുക്ക് വളരെ സ്പീഡിൽ പോകേണ്ടതുകൊണ്ട്, പരീക്ഷ കാലമായതുകൊണ്ട് നമ്മൾ കൂടുതൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് എന്നുള്ളൊരു ടോപ്പിക് കൂടെ ഡിസ്കസ് ചെയ്ത് ഈ സെക്ഷൻ നമ്മൾ സബ്ജക്റ്റ് ഓഫ് വെർബ് ആൻഡ് എഗ്രിമെൻറ്റിനകത്ത് എറർ ക്വസ്റ്റ്യൻസിൽ എറർ പാർട്ട് എറർലെസ് എന്ന രീതിയിലും റോങ് ആൻഡ് റൈറ്റ് എന്ന രീതിയിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിലാണ് നമ്മൾ ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. സെൻറ്റൻസിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടാവും. ആ സബ്ജക്റ്റിനകത്താണ് ഈ ക്വാളിഫയർ എന്ന് വരുന്നത്. അപ്പോൾ ഈ സെക്ഷൻ നമ്മൾ ക്വാളിഫയറാണ് പഠിക്കുന്നത്. ഒരു സെൻറ്റൻസിനകത്ത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടാവും. ആ സബ്ജക്റ്റിൽ ക്വാളിഫയറും ഒരു ഹെഡ് വേർഡും ഉണ്ടാവും. ഈ ക്വാളിഫയറിനകത്ത് 4 സെക്ഷനുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. ഇപ്പോൾ നമ്മൾ ക്വാളിഫയർ മനസ്സിലാക്കി വേണ്ടി ഉള്ള എക്സാമ്പിൾസ് മാത്രമേ ഡിസ്കസ് ചെയ്തു. ക്വാളിഫയറിൽ വരുന്നത് 4 സെക്ഷനാണ്. ഡിറ്റർമൈനർ, അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവൽ ഫ്രേസ്. ഡിറ്റർമൈനറിൽ വരുന്നത് ആർട്ടിക്കിൾ, പൊസസീവ്, കൺഫേഴ്സ്, ഡെമോൺസ്ട്രേറ്റീവ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അത് നമുക്ക് ഓരോ സെക്ഷൻ കൈകാര്യം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആർട്ടിക്കിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എ ആൻഡ് ദേ. പൊസസീവായിട്ട് വരുന്നത് മൈ, ഹെർ, ഹിസ്, യുവർ. ക്വാണ്ടിഫയേഴ്സായിട്ട് വരുന്നത് സം, ലിറ്റിൽ, ഫ്യൂ ആണ്. ഡെമോൺസ്ട്രേറ്റീവിൽ വരുന്നത് ദിസ്, ദാറ്റ്, ദോസ് എന്നിവയാണ്. സബ്ജക്റ്റിനോടൊപ്പം വരുന്ന ഈ സെൻറ്റൻസ് മനസ്സിലാക്കി നമുക്ക് ക്വാളിഫയർ ഈ സെക്ഷൻ പഠിക്കാം. ക്വാളിഫയറിനകത്ത് വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതാൻ എളുപ്പമായിരിക്കും. എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബിൽ നമ്മൾ റൂൾ 1 ആയിട്ട് പഠിക്കുന്ന അതാണ് ക്വാളിഫയർ. ഈ ക്വാളിഫയർ എന്ന് പറയുന്നത് ഈസ് ഒരു മോഡിഫയർ ആൻഡ് ഗീവ്സ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ദ മെയിൻ സബ്ജക്റ്റ്. എന്ന് വെച്ചാൽ ക്വാളിഫയർ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തരുന്നു. മെയിൻ സബ്ജക്റ്റിനെ പറ്റിയുള്ള അഡീഷണൽ ഇൻഫർമേഷൻ തരുന്നതിനാണ് ക്വാളിഫയർ എന്ന് മനസ്സിലാക്കുന്നത്. വെർബ് എഗ്രീസ് വിത്ത് ദ മെയിൻ സബ്ജക്റ്റ് ആൻഡ് നോട്ട് വിത്ത് ദ ക്വാളിഫയർ. അതായത് മെയിൻ സബ്ജക്റ്റിനോട് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിലും നോട്ട് വിത്ത് ക്വാളിഫയർ. ക്വാളിഫയറുമായിട്ട് വെർബ് എഗ്രി ചെയ്യുന്നില്ല. നമുക്ക് എക്സാമ്പിൾ സഹിതം ഇവിടെ മനസ്സിലാക്കാം. ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾ നിങ്ങൾക്കായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അതിനകത്ത് സബ്ജക്റ്റ് ഏതാണ്, ക്വാളിഫയർ ഏതാണ്, അതിനകത്ത് ഏത് വെർബ് ഉപയോഗിക്കണം എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. പിന്നെ കുറച്ച് എക്സാമ്പിളും നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ പിന്നെയുള്ള ക്വസ്റ്റ്യൻ സബ്ജക്റ്റ് ഈ സെക്ഷൻ്റെ ആദ്യത്തെ സെക്ഷൻ കാണാത്തവർ അത് കാണുക. എന്നാൽ കൂടുതൽ കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലാവും. എക്സാമ്പിൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ദ ഡെക്കറേഷൻ ഓഫ് ദ റൂം ഈസ് ഓർ ആർ ബ്യൂട്ടിഫുൾ. രണ്ടാമത്തത് ദ ഡെക്കറേഷൻ ഓഫ് ദ റൂംസ് ഈസ് ഓർ ആർ ബ്യൂട്ടിഫുൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട്. ഓഫ് പ്രിപ്പോസിഷന് മുമ്പ് വരുന്നതാണ് സബ്ജക്റ്റ്. അതായത് പ്രിപ്പോസിഷൻ ഓഫ് മാത്രമല്ല, പ്രിപ്പോസിഷൻ ഓഫ് ഉണ്ടാവും, അറ്റുണ്ടാവും, ഇന്നുണ്ടാവും. ഈ പ്രിപ്പോസിഷന് മുമ്പ് വരുന്നതാണ് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ സെൻറ്റൻസിൽ ദ ഡെക്കറേഷൻ ഓഫ് ദ റൂം ഈസ് ഓർ ആർ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ ഡെക്കറേഷനാണ് ഇവിടെ സബ്ജക്റ്റ്. അതുകൊണ്ട് സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ വെർബ് ഈസ് ആണ് എടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഡെക്കറേഷൻ ഓഫ് ദ റൂംസ് ഈസ് ഓർ ആർ ബ്യൂട്ടിഫുൾ. ഇവിടെ നമ്മൾ ഓഫിന് ഞാൻ പറഞ്ഞു പ്രപ്പോസിഷൻ ആയിട്ടുള്ള ഓഫ്, അറ്റ്, ഇന്ന് എന്നിവയ്ക്ക് മുമ്പിൽ വരുന്നതാണ് സബ്ജക്റ്റ്. ഇവിടെ ഓഫാണ്. ആ ഓഫിന് മുമ്പ് വരുന്ന ഡെക്കറേഷനാണ്. അതുകൊണ്ട് ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് വെർബ് സിംഗുലർ എന്ന് നമ്മൾ ഫസ്റ്റ് സെക്ഷൻ പഠിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി അത് കണ്ടതിന് ശേഷം ഈ സെക്ഷൻ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ ഇത് മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ ഇവിടെ ദ റൂംസ് എന്ന് കാണുകയും അത് പ്ലൂറലാണെന്ന് തോന്നുകയും പ്ലൂറൽ വെർബ് എഴുതാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കൈകാര്യം ചെയ്ത സബ്ജക്റ്റ് വെർബ് പഠിക്കുക. അത് കഴിഞ്ഞ ശേഷം റൂൾ 1 ആയിട്ടുള്ള ക്വാളിഫയറും മനസ്സിലാക്കുക. ഞാൻ കുറച്ച് എക്സാമ്പിൾ നിങ്ങൾക്കായിട്ട് തരാം. ഇതിൽ നിങ്ങൾ സബ്ജക്റ്റ് ഏതാണ്, ക്വാളിഫയർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ദ ബോയ് ഓഫ് നെസ്റ്റ്ലെ ചോക്ലേറ്റ് ഈസ് ഓർ ആർ മിസ്സിങ്. ദ ബോക്സസ് ഓഫ് നെസ്റ്റ്ലേസ് ചോക്ലേറ്റ് ഈസ് ഓർ ആർ മിസ്സിങ്. The knowledge of 2 languages
or are necessary. His experience as a teacher to boys and girls gives me understanding. ഇവിടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ക്വാളിഫയർ ഏതാണ്, സബ്ജക്റ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഈ സെക്ഷൻ മനസ്സിലാക്കിയതുകൊണ്ട് നിങ്ങൾക്കിത് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ സബ്ജക്റ്റ് വെർബ് പ്രെഡിക്റ്റിൽ എക്സെപ്ഷൻ പഠിച്ച പോലെ തന്നെ ഈ സെക്ഷൻ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ 1/3 ഓഫ് ദ പില്ലർ ഹാസ് ഓർ ഹാവ് റോട്ടഡ് എവേ എന്ന് ഉള്ളതും 1/3 ഓഫ് ദ പില്ലേഴ്സ് ഹാസ് ഓർ ഹാവ് റോട്ടഡ് എവേ എന്നുള്ളതും ഒരു എക്സെപ്ഷനാണ്. അതായത് നമ്മൾ ഓഫിന് മുമ്പുള്ളതാണ് സബ്ജക്റ്റ് എന്ന് പഠിച്ചു, പക്ഷേ 1/3 എന്ന് വരുമ്പോൾ 1/3 എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ആ സബ്ജക്റ്റ് ഓഫിന് ശേഷം വരുന്ന ദ പില്ലർ ആണ് ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് വെർബ് സിംഗുലറായ ഹാസ് ആണ്. 1/3 ഓഫ് ദ പില്ലേഴ്സ് എന്നുള്ള സെക്ഷനിൽ വരുമ്പോൾ ഇത് 1/3 ആണ്. പക്ഷേ നമ്മൾ ഓഫിന് മുമ്പ് വരുന്നതാണ് സബ്ജക്റ്റ് എന്ന് പഠിച്ചു, പക്ഷേ ഇത് എക്സെപ്ഷനിൽ പില്ലേഴ്സാണ് ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് പില്ലേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് വെർബ് ഹാവ് വരുന്നു. ഇനി 2/3 ഓഫ് ദ പില്ലർ ഹാസ് ഓർ ഹാവ് റോട്ടഡ് അവേ. 2/3. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ സെക്ഷനിൽ ക്വാളിഫയർ മനസ്സിലാക്കുമ്പോൾ എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1/3 ഓഫ് ദ പില്ലർ or has or have rotted away. 1/3 of the pillars has or have rotted away. ഇങ്ങനെ വരുമ്പോൾ, അതായത് 1/3, 2 എന്ന രീതിയിൽ വരുമ്പോൾ നമ്മൾ ഓഫിന് മുമ്പ് ആണ് സബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ എക്സെപ്ഷനിൽ 1/3 എന്ന സെക്ഷൻ വരുമ്പോൾ നമ്മൾ ഓഫിന് ശേഷം വരുന്ന ദ പില്ലറാണ് ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് വെർബ് സിംഗുലർ. അടുത്തത് വരുന്നത് പില്ലേഴ്സ് ആയതുകൊണ്ട് സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ്. ഇനി നമ്മൾ അടുത്ത ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 2/3 ഓഫ് ദ പില്ലർ ഹാസ് ഓർ ഹാവ് എന്നാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ 1/3 എന്ന് പറയുന്ന പോലെ ആയിരിക്കില്ല 2/3, 3/3 ഒക്കെ പറയുമ്പോൾ. അതിനകത്ത് നമ്മൾ ഓഫിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ദ പില്ലർ ആയതുകൊണ്ട് അത് ഹാസ് തന്നെയാണ് സിംഗുലർ വെർബായിട്ട് എടുക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് 60% ഓഫ് ദ സ്റ്റുഡൻസ് വാസ് ഓർ വെയർ ആബ്സെൻറ്റ്. 60% എന്ന് പറഞ്ഞാലും 160% എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഓഫിന് വരുന്നതല്ല നമ്മൾ സബ്ജക്റ്റായിട്ട് എടുക്കേണ്ടത്, ദ സ്റ്റുഡൻസ് ആണ്. ഇവിടെ സ്റ്റുഡൻസ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബ് പ്ലൂറലായിട്ട് എടുക്കും. ദ പെർസെൻറ്റേജ് ഓഫ് ദ സ്റ്റുഡൻസ് വാസ് ഓർ വെയർ ലോ എന്ന് വരുമ്പോൾ നമ്മൾ ദ പെർസെൻറ്റേജ് എന്ന് കാണിക്കുമ്പോൾ ഇവിടെ ഓഫിന് മുമ്പുള്ള ദ പെർസെൻറ്റേജ് ആണ് സബ്ജക്റ്റ്. അതുകൊണ്ട് സബ്ജക്റ്റ് സിംഗുലറാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ വാസ് ആണ് വരുന്നത്. ഈ എക്സെപ്ഷൻസ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. എക്സാമ്പിളിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യാം. എനിക്ക് 1-2 വ്യൂസ് ആണെങ്കിലും മതി. അത് നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് ഞാൻ മുന്നോട്ട് പോകാം. കൂടുതൽ സ്പീഡിൽ നമുക്ക് സെക്ഷൻ കൈകാര്യം ചെയ്യാം.